ബ്രേക്ക് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ എല്ലാവരും മറ്റേ ഭയങ്കര സ്നേഹമായിരുന്നു എൻ്റെ അടുത്ത്. ആ സ്നേഹം അങ്ങോട്ട് പിന്നെ അങ്ങോട്ട് കറക്റ്റായിട്ട് വർക്കായി. പിന്നെ നമ്മളെല്ലാവരും ഈ ഡോറ് പയ്യെ പിന്നെ തുറക്കാൻ തുടങ്ങി. പിന്നെ ഒറ്റ സ്ഥലത്തായി, എല്ലാവരും ഒരു സ്പേസിലായി. നമുക്ക് റൊമാൻസിലേക്ക് തന്നെ ഒരു തിരിച്ചു വരികയാണെങ്കിൽ ജസ്റ്റ് ക്യാരക്ടേഴ്സും സർപ്രൈസും ഒക്കെ ആണെന്ന് പറഞ്ഞു. പക്ഷെ നിങ്ങളുടെ ഇപ്പോഴുള്ള ഒരു എനർജി കാണുന്ന സമയത്ത് തന്നെ നിങ്ങളുടെ ഷൂട്ടിംഗ് ലൊക്കേഷനിലും ഭയങ്കര ഫണ്ണായിരിക്കും തോന്നുന്നുണ്ട്. അപ്പൊ എല്ലാവർക്കും ഈ ഷൂട്ടിംഗ് റിലേറ്റഡ് എല്ലാരും ഇങ്ങനെ ഇരിക്കണ്. ഷൂട്ടിംഗ് ലൊക്കേഷൻ നല്ല ഫൺ. അതെ, ഫണ്ണായിരുന്നു. അതെ, ഷൂട്ടിംഗ് ലൊക്കേഷനിൽ നിങ്ങൾ ഏറ്റവും മെമ്മറബിൾ ആയിട്ടുള്ള ഒരു ഓർമ്മ പങ്കുവെക്കാനുണ്ടോ? എന്തെങ്കിലും ആക്സിഡന്റ് സോറി കുറച്ച് കുറവായിരുന്നു ശരിക്കും പറഞ്ഞാൽ. എനിക്ക് കുറച്ച് നമ്പർ ഓഫ് ഡേയ്സ് കുറവാണ്. ഞാനോർത്ത് എനിക്ക് കുറച്ച് ഫൺ കുറവായിരുന്നു. പക്ഷെ ഉള്ള ദിവസങ്ങളൊക്കെ ഭയങ്കര രസമാണ്. ഞാൻ ഈ പറഞ്ഞ പോലെ എൻ്റെ എനർജി ഇവരുടെ മുമ്പിൽ എൻ്റെ എനർജി ഭയങ്കര കുറവാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷെ അത് മാക്സിമം ആ ചെയ്ത സമയത്ത് നമ്മൾ ഫൈറ്റ് ഒക്കെ ചെയ്യുന്ന ഒരു കുറച്ച് ദിവസം ഫൈറ്റ് ഒക്കെ ഉണ്ടായിരുന്നു. ഫൈറ്റ് ഭയങ്കര രസമുള്ള ഫൈറ്റ് ഒക്കെ ഭയങ്കര മെമ്മറബിൾ ആയിരുന്നു ശരിക്കും പറഞ്ഞാൽ. ഓക്കെ, സംഗീതം എന്തായിരിക്കും റൊമാൻസിന്റെ ഏറ്റവും ഒരു? എനിക്ക് ഓർമ്മകളുടെ ഒരു കുത്തൊഴുക്ക് തന്നെയായിരുന്നു റൊമാൻസ്. അല്ല, ഭയങ്കര ജീവിതത്തിലുള്ള കുറെ മെയിൻ കാര്യങ്ങൾ സംഭവിച്ചത് ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ പ്രേമലുവിന് ശേഷം ചെയ്ത മൂവിയാണ്. അപ്പം അത്രയും സ്പെഷ്യൽ ആയിരുന്നു. കുറേ അത്യാവശ്യം ഭയങ്കര പ്രതീക്ഷയോടെ ഭയങ്കര സ്പെഷ്യൽ ആയിരുന്നു. അല്ല, അങ്ങനെയല്ല, സംഗീതത്തിനോട് പ്രേമലു ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്നാലും അത്രയും ഞങ്ങളുടെ ഒരു ത്രൂ ഔട്ട് അഭിനയിക്കാൻ അത് പറയുമ്പോൾ മനസ്സിലായി. അപ്പോൾ നമ്മള് ഇവരെല്ലാവരും എനിക്ക് തോന്നുന്ന ഒരു 3-4 ദിവസം, എനിക്ക് തോന്നുന്ന ഒരു 10 ദിവസമൊക്കെ ആയപ്പോഴാണ് കറക്റ്റ് എല്ലാവരും പ്രോപ്പർ സിംഗിലേക്ക് എത്തിയത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഒരു ബ്രേക്ക് ഉണ്ടായിരുന്നു. ആക്സിഡന്റ് പറ്റിയിട്ടുള്ള ആ ബ്രേക്ക് ഉണ്ടായി. ബ്രേക്ക് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ എല്ലാവരും മറ്റേ ഭയങ്കര സ്നേഹമായിരുന്നു എൻ്റെ അടുത്ത്. അതുകൊണ്ട് തന്നെ ഭയങ്കര പിന്നെ അങ്ങോട്ടേക്ക് എല്ലാവരുടെയും ആക്ച്വലി രണ്ടപ്പുറം ഞാനിവിടെ മാത്യുപ്പുറം ക്യാരവനിലാണ്, ഒറ്റ സിംഗിൾ ക്യാരവൻ. ഞങ്ങള് 10ാമത്തെ ദിവസമാണ് ഡോറ് തുറന്ന് ലുഡോ കളിക്കാന്ന് ലുഡോ കളിച്ച് തുടങ്ങിയത്. അന്ന് പടം സ്കെഡ്യൂൾ ബ്രേക്കായി അപ്രതീക്ഷിതമായിട്ട്. പക്ഷെ തിരിച്ചു വരുമ്പോൾ എല്ലാവർക്കും ആ എനർജി, ലൈക്ക് ഇപ്പൊ ഞാനും കുറച്ചുകൂടെ റെസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ട് വരുന്നു. അപ്പൊ എല്ലാവർക്കും നമ്മളെ മറ്റേ മോട്ടിവേറ്റ് അങ്ങനെ ഇതായിരുന്നു. അപ്പോൾ ആ സ്നേഹം അങ്ങോട്ട് പിന്നെ അങ്ങോട്ട് കറക്റ്റായിട്ട് വർക്കായി. പിന്നെ നമ്മളെല്ലാവരും ഈ ഡോറ് പയ്യെ പിന്നെ തുറക്കാൻ തുടങ്ങി. പിന്നെ ഒറ്റ സ്ഥലത്തായി, എല്ലാവരും ഒരു സ്പേസിലായി. അങ്ങനെ ഭയങ്കര ഈ പറഞ്ഞ പോലെ ഇപ്പൊ ഉള്ളതല്ല, ഇതൊന്നും അല്ല പരിപാടി. ഷാജോൺ ചേട്ടന്റെയും പറയണ്ട. ഷാജോൺ ചേട്ടനും എനർജിയോടുകൂടി നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. ഞങ്ങള് ചില സീനൊക്കെ ഇരിക്കുമ്പോ എല്ലാവരും ഉള്ള സീനിലൊക്കെ ഇപ്പൊ വണ്ടിയുടെ ഉള്ള കുറച്ച് സീൻസ് ഒക്കെ ഉണ്ട്. അപ്പൊ ഷാജോന്റെ വണ്ടി ഓടിക്കുന്നത് ബാക്കിയൊക്കെ ഇങ്ങനെ ഞങ്ങൾ അപ്പൊ ടേക്കിന് ആക്ഷൻ എന്ന് പറയുന്നതിന് മുമ്പ് ഇങ്ങനെ എന്തെങ്കിലും അലമ്പാണ്. അപ്പൊ ആദ്യമൊക്കെ നമുക്ക് ഇതിന്റെ ഇടയ്ക്ക് പെട്ടുപോയാലോ. അത് കഴിഞ്ഞ് കുറച്ചേരം ഷാജോൻ ചേട്ടനും തുടങ്ങി ഫുള്ളലമ്പാ എല്ലാരും. ഇതിനകത്തൊരു പജീറോടകത്ത് കുറെ പരിപാടികളായിട്ട് ഞങ്ങൾ എപ്പോഴും ഇങ്ങനെ ഉണ്ട്. കുറെ ട്രാവൽ പരിപാടികളൊക്കെ ഉണ്ട്. അപ്പൊ ഞങ്ങള് ഈ ഫുൾ ടൈം ഇതിനകത്താ ഓരോ കാര്യങ്ങൾ പറഞ്ഞും